ഈ വീഡിയോയിൽ കാണുന്ന കണ്ടക്ടറെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ സുപരിചിതമായിരിക്കും. അദ്ദേഹം നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെയാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അത്രയ്ക്കും സങ്കടകരമാണ് അദ്ദേഹത്തിന്റെ ഈ വീഡിയോ കാണുമ്പോൾ. കാരണം അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇനി അദ്ദേഹത്തിന്റെ സ്റ്റോറിയിലേക്ക് വരാം. 8 വർഷം മുമ്പാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. അങ്ങനെ ഒരു സുന്ദരിയായ കുട്ടിയെ വിവാഹം കഴിക്കുകയും അതിലൊരു കുട്ടി ജനിക്കുകയും ചെയ്തു. 2 വർഷത്തിന് ശേഷം ഭാര്യയ്ക്ക് വിദേശത്ത് ജോലി ലഭിക്കുകയും അവൾ വിദേശത്തേക്ക് പോവുകയും ചെയ്തു. അവിടെ ഒരാളുമായിട്ട് ബന്ധം തുടങ്ങുന്നു. മെല്ലെ 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 അത് സ്ഥിരമാക്കാൻ അവർ തീരുമാനിക്കുന്നു. ഈ ബന്ധം ഇവരറിയുമ്പോൾ ഇവർ കോടതി പോകുന്നു. അങ്ങനെ കോടതി പോയ ശേഷം ഈ കുട്ടിയുടെ കാര്യമാണല്ലോ പിന്നെ പ്രധാനം. അങ്ങനെ ഈ പെണ്ണ് കുട്ടിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നു. 8 വർഷം അദ്ദേഹത്തിന്റെ അമ്മയും കൂടി പരിപാലിച്ച ആ കുഞ്ഞിനെ ഈ താടക തട്ടിയെടുത്തുകൊണ്ട് പോകുന്നു. ഇനി ആ രണ്ടാനച്ഛൻ ആ കുട്ടിയെ ഉപദ്രവിക്കുമ്പോൾ കുറെ ആൾ നോങ്ങിക്കൊണ്ട് വരും. കുറെ പോലീസും കുറെ ആൾക്കാരും അയ്യോ കുഞ്ഞിന് തല്ലുന്നതെന്ന് ഇത്രയും സംരക്ഷണം, അതായത് ഈ അച്ഛന്റെയും ഈ വല്യമ്മയുടെയും സംരക്ഷണത്തിൽ വളർന്ന ഈ കുട്ടിയെ തട്ടിപ്പറിച്ച് കോടതി ആ കുട്ടീനെ അങ്ങോട്ട് കൊടുക്കുകയാണ്. ആ കുഞ്ഞിനെ ഈ താടകയ്ക്ക് അങ്ങനെ കൊടുത്തു കഴിയുമ്പം ഇദ്ദേഹത്തിന് തോന്നി ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം ആലോചിച്ച് നോക്കൂ, സ്വന്തം ഭാര്യ പോയി, സ്വന്തം കുഞ്ഞും കൂടി ഇപ്പൊ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നു. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു ഇനി ജീവൻ ഒടുക്കിയേക്കാം. അങ്ങനെ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇതിന് ഉത്തരവാദി ഈ കോടതിയാണ്, ഈ പോലീസാണ്, ഈ നിയമവ്യവസ്ഥയാണ്.